കഴിവതും എല്ലാവരും 50 നോമ്പ് എടുക്കണേ. ട്രഡീഷണലായിട്ട് നമ്മൾ മത്സ്യവും മാംസവും ഒക്കെ ഉപേക്ഷിച്ച് നോമ്പെടുക്കാറുണ്ട്. അങ്ങനെ എടുക്കാൻ കഴിയുന്ന എല്ലാവരും ആ ട്രഡീഷണൽ നോമ്പ് തന്നെ എടുക്കണം. ഈ ട്രഡീഷണൽ നോമ്പിനപ്പുറത്തേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ചിലർക്കിപ്പോൾ ആ ട്രഡീഷണൽ നോമ്പ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കത്തില്ല നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ വീട്ടിലുമൊക്കെ. അങ്ങനെയുള്ളവർ മറ്റ് നോമ്പ് ശൈലികളിലേക്ക് കൂടെ നിങ്ങളെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഉദാഹരണത്തിന് കുറച്ചുകൂടെ സ്പിരിച്വൽ റെലവൻ്റ് ആയിട്ടുള്ള ഒന്ന്, ഞാൻ ഗോസിപ്പുകളിൽ നിന്ന് 50 ദിവസം മാറി നിൽക്കും. എൻ്റെ വായിൽ നിന്ന് പരദൂഷണം വീടില്ല എന്ന് മാത്രമല്ല, അത്തരം സംസാരത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് ഞാൻ മാറിക്കളയും. നല്ല ഒരു നോമ്പാണ്, നിങ്ങളുടെ വിശുദ്ധിയെ ഉയർത്തുന്ന നോമ്പാണത്. നെഗറ്റീവ് സ്പീച്ച്, അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും. ദേഷ്യത്തിൽ നിന്ന്, അനാവശ്യ ദേഷ്യത്തിൽ നിന്ന്, ആങ്കർ ആൻഡ് ഹാർഷ് വേർഡ്സ്, അത്ര ബിക്കമിങ് അല്ലാത്ത വാക്കുകൾ, നല്ലതല്ലാത്ത വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് ഈ 50 ദിവസം വീഴില്ല. നോമ്പെടുക്കുകയാണ്. ചില വാക്കുകൾക്ക് നോമ്പെടുക്കാം, പ്രപ്പോർഷനേറ്റ് അല്ലാത്ത കോപത്തിന് നോമ്പെടുക്കാം. അപ്പോൾ ഈ ഭക്ഷണം പാഴാക്കുന്നത് നമുക്ക് നോമ്പെടുക്കാവുന്ന ശൈലികളാണ്. ഞാൻ ഭക്ഷണം പാഴാക്കൽ, ചിലരൊക്കെ ഇന്ന് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഭക്ഷണമൊക്കെ നിസ്സംഗതയോടെ, ഒരു നിർവികാരതയോടെ ഭക്ഷണം പാഴാക്കി കളയുന്നവരുണ്ട്. ഐ വോണ്ട് വേസ്റ്റ് ഫുഡ് ആൻഡ് വാട്ടർ. ഭക്ഷണവും വെള്ളവും ഞാൻ പാഴാക്കില്ലെന്ന് തീരുമാനമെടുക്കാം. സൈലന്റ് പ്രയറിലേക്ക് മാറാം. കുറെ കൂടി നിശബ്ദ പ്രാർത്ഥനയുടെ ശൈലി ഈ നോമ്പ് കാലത്ത് പഠിക്കാൻ കഴിവതും ശ്രമിക്കണേ. ഒപ്പം തന്നെ ആക്ട്സ് ഓഫ് ചാരിറ്റി, കുറച്ചൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്യുക. അത് 2 രീതിയിൽ, ഒന്ന് സുവിശേഷ വേലയ്ക്ക് പിന്തുണ കൊടുക്കുക, 2 പാവങ്ങൾക്ക് പിന്തുണ നൽകുക. കർത്താവിൻ്റെ സഭയ്ക്കും സുവിശേഷത്തിനും പാവങ്ങൾക്കും പിന്തുണ കൊടുക്കാൻ ഈ നോമ്പ് കാലം നിങ്ങളിലും ഒരു പ്രേരണ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ തിരുവചന വായനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. സാധിക്കുന്നവർ നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുമെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുക. ഇനിയുള്ള 50 ദിവസം സന്ധ്യാപ്രാർത്ഥന കുടുംബങ്ങളിൽ മുടക്കാതിരിക്കുക. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു പുതിയ ശൈലി നമുക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, ബ്രോക്കൺ റിലേഷൻഷിപ്സ്, അറ്റുപോയ ബന്ധങ്ങളെ മുറിവുണക്കിയെടുക്കാൻ, മുറികൂട്ടിയെടുക്കുവാൻ ഉള്ളൊരു ശ്രമം ഈ ദിവസങ്ങളിൽ നമുക്ക് നടത്താം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ നോമ്പ് അർത്ഥവത്താക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഇന്ന് വിഭൂതി തിങ്കളാഴ്ച ഞങ്ങളുടെ നെറ്റിയിൽ ഞങ്ങൾ വരച്ചിട്ട വിശുദ്ധ കുരിശിൻ്റെ അടയാളം ഞങ്ങളുടെ ജീവിതം മുഴുവൻ പടരുവാനും സ്ലീവായുടെ ചൈതന്യത്തിൽ ജീവിക്കുവാനും സ്ലീവായിൽ നിന്ന് പുറപ്പെടുന്ന രക്ഷ അനുഭവിക്കുവാനും ഈ നാളുകളിൽ ഞങ്ങൾ നീ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.